ഹായ്, ഇത് നമ്മൾ ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. മെയിൻ ഐറ്റം ഉഴുന്നാണ്. അത് നമ്മൾ 2 കപ്പ് എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ നേരത്തേക്കാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. വെള്ളം മാറ്റിയിട്ടുള്ള ഉഴുന്ന്, 4-5 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 1 കപ്പ് ചുവന്നുള്ളി. ഇനിയും കുറച്ച് ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഉണ്ടാക്കണതിൻ്റെ കൂടെ തന്നെ കാണിക്കും. കുറച്ച് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഉഴുന്ന് അടിച്ചെടുക്കാം. മിക്സിയിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. ഓരോ ബാച്ചിലും 1-2 ടീസ്പൂൺ മാത്രം വെള്ളമാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് അടിച്ചെടുക്കണം. എയറേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണം. എന്നാലാണ് ഒന്ന് സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം. ഇത് 15ഓളം ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 1 പിടി കറിവേപ്പില, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ ചതച്ച കുരുമുളക്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത്യാവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അടികട്ടിയുള്ള പാത്രത്തിൽ വേണം ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഉഴുന്നുവടയുടെ ആകൃതിയിൽ ഉണ്ടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ സൈഡും മുറിഞ്ഞതിന് ശേഷം തിരിച്ച് മറിച്ചൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്ത് കറക്റ്റ് പാകമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി എടുത്ത് മാറ്റാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.